രാവിലെ തന്നെ റെഡിയായിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് നമുക്ക് കൊല്ലത്തേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവസാനം നമ്മൾ കൊല്ലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കൊല്ലം നമ്മൾ കരുനാഗപ്പള്ളിയിൽ വെഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ ആദ്യം ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാരിയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള സാരീസൊക്കെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മളൊന്ന് വെയർ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഒരെണ്ണം ഫിക്സ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ വെഡ്ഡിങ് കളക്ഷൻസൊക്കെ അത്യാവശ്യം നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റ് വെഡ്ഡിങ് പർച്ചേസിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം ഒരു 2:30 എങ്കിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വിശന്ന് തളർന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് ബില്ലടിച്ച് വാങ്ങിച്ചിട്ട് പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ അത് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത നല്ല ഭൂമി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ നല്ല തിരക്ക്. അവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം കിഴിപ്പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയല്ല, കിഴി ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഊണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അത് അവിടുത്തെ മെയിൻ റെസിപ്പി ഇത് തന്നെയാണെന്ന് തോന്നുന്നു. മിക്കവരും ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ വന്ന പിക്ചേഴ്സൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വെഡ്ഡിങ്ങിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ എടുക്കാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എസ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാട്ടോ നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് റിസപ്ഷനുള്ള ഡ്രസ്സ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് എടുക്കാനായിട്ട് വേണ്ടിയിട്ടാട്ടോ പോയത്. അവിടെ നമ്മൾ കുറേ നേരം കുറച്ച് റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ വെച്ച് നോക്കി. അങ്ങനെ അവസാനം അവിടുന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് പോരുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഓച്ചിറയിൽ ഉത്സവം നടക്കുന്നത് കാരണം മറ്റേ ഓച്ചിറക്കാളുടെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോയ സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് വന്നുകൊണ്ടാണ് ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ വീട്ടിലെത്തിച്ചേർന്ന ഒരു 8 മണിയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.